ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ വിചാരിക്കൂല അങ്ങനത്തെ ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിടും. வாக்குகளுக்கு அப்புறமான மகாராஜா அது என்ன பரையுள்ளൂ കാരണം எப்படி சொல்கிறது, ஒரு கொஞ்சம் காமெடிஸும் இருக்குல்ல, டார்க் காமெடிஸ்லாம் இருக்குது. ப்ளஸ் யாருமே எக்ஸ்பெக்ட் பண்ணாத ஒரு கிளைமாக்ஸ் மூவி. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രമേൽ ട്വിസ്റ്റാണ് പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രം ദ ഡയറക്ടർ ഓഫ് കുരങ്കു ബൊമ്മൈ തമിഴിൽ നിന്നും റിലീസ് ചെയ്യുന്ന വിജയ് സേതുപതിയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ത്രില്ലർ മഹാരാജ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നേരെ മഹാരാജ റിവ്യൂ ചെയ്യും. വാക്കുകൾക്ക് അപ്പുറമാണ് മഹാരാജ അത് തന്നെ പറയുള്ളൂ. കാരണം വിജയ് സേതുപതിൻ്റെ വൻ തിരിച്ചുവരവാണ് പടം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ട് ഇമോഷണൽ. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ക മേക്കിങ് പക്ക രീതിക്ക് വന്നിട്ടുണ്ട്. അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റും കൂടെ. പിന്നെ വിജയ് സേതുപതി കുറേ നാളായിട്ട് ഡൗൺ ആയിട്ടിരുന്ന് ഒരു വൻ തിരിച്ചുവരവെന്ന് തന്നെ പടത്തെക്കുറിച്ച് പറയാം. ഡയറക്ഷൻ ഇനി ഈ കുരങ്ങ് ഭൂമി എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് പുള്ളിക്കാരൻ്റെ, അത് കണ്ട് ഭയങ്കര ഫാനായിട്ട് നിന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ട്വിസ്റ്റൊന്നും കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കംപ്ലീറ്റ് ട്വിസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രമേൽ ട്വിസ്റ്റാണ് പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, അവസാനമൊക്കെ വന്നപ്പോൾ ഒരു ഇമോഷണലായിട്ട് വന്നത്. അതാണ് വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. മഹാരാജ കൊള്ളാം, നല്ല പടം. ത്രില്ലാണ്. ത്രില്ലർ, ഒരു ത്രില്ലർ ഡ്രാമ, നല്ല പടം. വർക്കാവണം. நல்லா இருக்கு மூவி, நல்லா இருக்கு. நல்ல மூவி, நல்ல ஒரு நியூ மெசேஜ். கிளைமேக்ஸ் வந்து மூவியோட ஸ்ட்ரென்த்னே சொல்லலாம். நல்ல ஒரு டிஃப்ரெண்டான கிளைமேக்ஸு. ஆக்டிங் அனுக்ரா கஷ்யப்பும் விஜய் சேதுபதி ரெண்டு பேருமே சூப்பராக ஆக்ட் பண்ணியிருக்காங்க. தியேட்டர் வாட்சிக்கு கொமர்ஷியல் எலிமெண்ட்ஸ் ഒക്കെ இருக்கா? நல்லா இருக்குது. அதாவது இது வந்து எப்படி சொல்கிறது, ஒரு கொஞ்சம் காமெடிஸும் இருக்குல்ல, டார்க் காமெடிஸ்லாம் இருக்குது. ப்ளஸ் யாருமே எக்ஸ்பெக்ட் பண்ணாத ஒரு கிளைமேக்ஸ் மூவியில். ஸோ அது ஒரு நல்ல ட்ரெய்லரൊക്കെ பார்க்கும்போது ஒரு த்ரில்லர் சீரியஸ் மூடாக இருந்து படம். இது த்ரில்லர் சீരീஸ்ன்னு சொல்கிறத விட ஒரு நல்ல ஒரு சின்ன ஸ்கூல் கேர்ள்ஸுக்கான ஒரு மெசேஜாக இருக்குன்னு ஒரு മൂവിയും சொல்லலாம். അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ്. പിന്നെ തുടക്കമൊക്കെ നന്നായിരുന്നു. പിന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അത് അവസാനം ക്ലിയർ ആവുന്നുണ്ട്. ഓവറാൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലല്ല, ഒരു പുതുമയുള്ള പടമാണ്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മറ്റേ പഴയ പടം കുരങ്ങ് ബൊമ്മൈ ഇതുപോലെ പ്രതീക്ഷിക്കാതെ അങ്ങനെ പോയിട്ട് ലാസ്റ്റാണ് അത് ഞെട്ടിക്കുന്നത്. അതുപോലെ ഒരു ഞെട്ടൽ അവസാനമുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സാധാരണ ആക്ഷൻ പടമാണ്. വർക്കാവും. സെക്കൻഡ് ഹാഫാണ് ബെറ്റർ. ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങി വരുമ്പോൾ നമുക്കൊരു ഇമോഷണലാണ്. പക്ഷെ സിനിമ തരുന്ന ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കിടിലോ എന്ന് പറഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളിനി ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ വിചാരിക്കൂല അങ്ങനത്തെ ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിടും. അയ്യോ, ഒരു എന്താ പറയുക, നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറയാം കിടിലം പടം. ചുമ്മാ അല്ല, സെക്കൻഡ് ഹാഫിൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോഴേ അന്ന് നമ്മളിങ്ങനെ ഒരു അത്ഭുതം കൂടും. സാമ്യത എന്ന് പറഞ്ഞാൽ ഒരു വിദേശ ചിത്രമായിട്ട് ഒരു സാമ്യതയുണ്ട്. സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാർട്ടാണ് ക്ലൈമാക്സിൽ ഒരു ഇമോഷണലായിട്ട് വന്നേക്കുന്നത്. പക്ഷേ സിനിമ എന്തെന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലേവറും വന്നിട്ടുണ്ട്. അത് ത്രില്ലിംഗ് ആണ്, ഡാർക്ക് കോമഡിയാണ്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കഥ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞത്. അതിനെ